താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ആഡംബരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന തൊഴിലാളി പാർട്ടിയുടെ ലാളിത്യമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. മണ്ണിൽ പുതയുന്ന മനുഷ്യൻ്റെ രക്തം കുടിച്ച് വളർന്ന കുളയട്ടയാണ് CPM എന്നതാണ് ഇപ്പോഴത്തെ CPMൻ്റെ അവസ്ഥ. ഒരു സമയത്ത് കറുപ്പിനെ ഭയന്ന മുഖ്യമന്ത്രി ഇപ്പോഴിതാ 1.10 കോടിയുടെ കാർ വാങ്ങുന്നൂത്ര. എന്താ ചെയ്യല്ലേ? അല്ല, ഒരു സംശയം. ഈ കേരളം ധനകമ്മി എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ബാലഗോപാലൻ സാറ് കിഫ്ബി വഴി തരപ്പെടുത്തി കൊടുത്തതാണോ ഈ 1.10 കോടി രൂപ? എൻ്റെ ബാലഗോപാലൻ സാറേ, നിങ്ങളിങ്ങനെ 2 വള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കരുത് കേട്ടോ. പഞ്ഞമാണ് എന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു. കോടികളുടെ ദൂർത്തിനായി പണം കടമെടുത്ത് ഒഴുക്കുന്നു. ഓ, ഇപ്പം മനസ്സിലായി. കേരളം അതിദാരിദ്ര്യമല്ല എന്ന പ്രഖ്യാപനം നടത്തി നിഗളിച്ചത് ഇതിനായിരുന്നു അല്ലേ? രസം അതുമല്ല. ഈ 1.10 കോടി ജനങ്ങളുടെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന രായാവിൻ്റെ കാറ് 1.5 ലക്ഷം കിലോമീറ്റർ മാത്രമേ ഓടാവൂ, കൂടുതൽ ഉപയോഗിക്കരുത്. ഇത് ഇൻ്റലിജൻ്റ് നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് 3 വർഷം മുമ്പ് കിയ കാർണിവൽ ഉപയോഗിച്ച് തുടങ്ങിയത് ആശാൻ. കൂടെ തന്നെ 2 ഇന്നോവ ക്രിസ്റ്റോയും വാങ്ങി. ബൂർഷാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി തൊഴിലാളി പാർട്ടി കെട്ടിപ്പടുത്ത കാലത്ത് നിന്നും മാർക്സിസം മുതലാളിത്തത്തിലേക്ക് ലയിച്ചതോടെ സംഗതി കളറായി. പണ്ട് മുട്ടിലെഴിഞ്ഞ് തട്ടിൻപുറത്ത് പട്ടിണിപ്പുക തിന്ന് പാർട്ടി വളർത്തിയതിൻ്റെ തഴമ്പ് ആസനത്തിൽ നിന്നും തുടച്ചു നീക്കി നേതാക്കൾക്ക് ഇന്ന് നക്ഷത്ര ബംഗ്ലാവും 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള കാറും വേണത്രേ. എന്താ സോഷ്യലിസം, മാർക്സിസം, കമ്മ്യൂണിസം ഒക്കെ പോയ പോക്കെ. പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നായിരുന്നു പഴമക്കാർ പാർട്ടിയെ സ്നേഹിച്ചത് അല്ലെങ്കിൽ വളർത്തിയത് എങ്കിൽ വളർന്നു പന്തലിച്ച നേതാക്കൾക്ക് ഇന്ന് കോഴിയും സമ്പത്തും മതി എന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഞങ്ങ പൊളിക്കും. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? പിണറായി ശരിക്കും രായാവായി വിലസുകയാണ് കേട്ടോ. ഒരു രാഹുൽ മാങ്കൂട്ടം കാരണം കടകംപള്ളിയും ഇനി കുടുങ്ങാനുള്ള പ്രമുഖന്മാരും തൽക്കാലം രക്ഷപ്പെട്ടു. ഭഗവാന്റെ സ്വർണം വിറ്റ കാശ് കൊണ്ട് നിഗളിച്ച ഭഗവാൻ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ട കേട്ടോ. ഏത് കറുത്ത ആഡംബരക്കാറിലായാലും, ഏത് കണ്ണൂരിലെ പാർട്ടി ഓഫീസിലായാലും ഭഗവാന്റെ കണ്ണ് അത് കണ്ടെത്തും, ഉറപ്പാ. ബ്ലിങ്ക് തുടരും കേട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.